ഇതിപ്പോ അങ്ങോട്ട് നീക്കിയാൽ വെയിൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് നീക്കിയാൽ വെയിൽ അങ്ങോട്ട് വരും. എന്ത് വെയിലാത്. ഗോപിയേട്ടാ, അടക്ക കൊടുത്തോ? അടക്കേ കൊടുത്തിരുന്നു. അല്ലേ ഗോപിയേട്ടാ, ബാബു ജോലിക്ക് പോയിക്കണോ? അവൻ 9 മണിക്ക് ചോദിച്ചു. അല്ലേ, ഞാൻ അന്ന് കാണിച്ചിരിക്കുന്നു. അതെന്തേ? എൻ്റെ വാപ്പയ്ക്കും എനിക്കും ഒരേ പ്രായമാണ്. അങ്ങോട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്നാ ഒന്നിട്ട് ജീൻ എന്താ എൻ്റെ വാപ്പ ഒന്ന് കാലത്ത് ബാബുവിനെ കാണാൻ വന്നല്ലോ. ഒരു 10 ഉറുപ്പ്യ കട ചോദിച്ചിട്ട് എന്താ ഹോസ്പിറ്റലിൽ പോകാനോ മരുന്ന് മേടിക്കാനോ എന്തോ പറഞ്ഞു. നിങ്ങൾ വാപ്പ ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിക്കാറൊക്കെ എന്താ അങ്ങനെ? അല്ല ഗോപിയേട്ടാ, അപ്പൊ എന്താ ഉണ്ടായി? വാപ്പ എന്തേനു? എടാ, എന്നൊക്കെ എൻ്റെ വാപ്പ വളർത്തിയ കാര്യമായിട്ട് വെച്ചാലേ വളരെ സങ്കടപ്പെട്ട കാര്യമാണ്. ചുമലിട്ട് നടക്കരുത്. നിങ്ങളിപ്പോൾ എന്താ വാപ്പയെ നോക്കാത്തത്? നമ്മൾ നമ്മുടെ വാപ്പയും ഉമ്മയും നോക്കിയാലാണ് എൻ്റെ മക്കൾ നമ്മളെ നോക്കുള്ളൂ. അതാണ് കാര്യങ്ങൾ, അത് ശ്രദ്ധിക്കണം. ഗോപിയേട്ടാ, വാപ്പാക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. നല്ലപോലെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാതിരിക്കൊന്നുമില്ല. എത്ര ചെയ്തു കൊടുത്തിട്ടും വാപ്പ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്നാ ശരി ഗോപിയേട്ടാ, ഞാൻ പോവാന്ന്. ആ ഗോപിയേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, കൂടിക്കാണ്ട് ചെല്ലട്ടെ. ഞാൻ വാപ്പാക്കുള്ള ഞാൻ ശരിയാക്കി കൊടുക്കാം. അപ്പൊ ആ ബാബുവിൻ്റെ അടുത്ത് ഞാനിപ്പോൾ നാണം കെട്ടില്ല. ഞാൻ വല്ലാത്തൊരട്ടങ്ങറ്. മക്കൾ ഉണ്ടാവാനല്ല പണി, അത് നേരെ കിട്ടാനാണ് ഭാഗ്യം ചെയ്യേണ്ടത്. അന്നോണ്ടും ചോദിച്ചപ്പോൾ ആ തന്ത ഇടങ്ങറായാലോ. എല്ലാരോടും ചോദിച്ചിട്ട് ഞാൻ വെറുത്തു പോയി. ഞാൻ മൂപ്പര് ചോദിക്കാത്ത ഒരാളില്ല. വല്ലാത്ത അങ്ങറ്. വീട്ടിലും സ്വൈര്യമില്ല, പുറത്തിറങ്ങിയാലും സ്വൈര്യമില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇവിടെ ചായ ഉണ്ടാക്കാൻ പഞ്ചസാരയും ചായപ്പൊടിയൊന്നും ഇല്ല. നാളെ ഒരു തുള്ളി കട്ടൻ ചായല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. പാല് വെച്ച് ചായ ഒന്നല്ലല്ലോ, ഒരു തുള്ളി പൊടിയിട്ട വെള്ളല്ലേ ചോദിച്ചുള്ളൂ. എന്താ ചെയ്യാ? പീടികയില് പോയി ചായ കുടിക്കാച്ച അതിനും കയ്യിലൊന്നുമില്ല. നമുക്ക് വയ്യാണ്ടായി പണിയെടുക്കണ കാലത്തൊക്കെ മക്കളെ നോക്കി ഒന്നുമില്ല. മകനാണി ഒരു പൈസ ചോദിച്ചാൽ തരൂല്ല. അവനൊക്കെ വളർന്നു വളർന്നു വലിയ ആളായി. ആ തന്തക്ക് വീട്ടിലൊരു പാത്തി ഇരുന്നാ മതി, പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ അംഗം. വല്ലാത്തൊരു അങ്ങറ്. അവിടെ ഇരിക്കണ്ട് നന്നങ്കടി കുത്തിയാച്ച മാതിരി. നിങ്ങൾക്ക് വാപ്പ ഒരു പാത്തി ഇവിടെ വീട്ടിലിരുന്നാ പോരെ, ഈ പുറത്തിറങ്ങിയിട്ട് ഇന്നെ നാണം കെടുത്തേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക്? എവിടെ ഇറങ്ങിയാലും വാപ്പാടെ പ്രശ്നമാണ്. എന്ത് ചോദിച്ചതാ മാനകി പറയണേ? നിങ്ങൾ ആ ബാബുവിനോട് ചോദിച്ചോ? ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് ഞാനൊന്ന് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാൻ ഒരു 10 ഉറുപ്പ്യ ചോദിച്ചതാ, ബസ്സിന് ചോദിച്ചതാ. എന്നോട് ചോദിച്ചാ ഈ തരില്ല. ഞാനിന്നെ എന്താ ചെയ്യാ? നിങ്ങൾ അവിടെ ഇവിടെയും പൈസ ചോദിച്ചിട്ട് ഇന്നെ മാനം കെടുത്തരുതിട്ട്. നിങ്ങള് പുറത്തിറങ്ങി നടക്കാനേ വയ്യ, എല്ലായിടത്തും ഈ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഉണ്ടായൊരു പാത്തിരുന്നാ പോരെ? അവള് നേരത്തിന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരില്ലേ? അത് കഴിച്ചും ഉണ്ടായിരുന്നാ മതി. നിങ്ങൾക്ക് ഈ നേരം വരെ എന്റെ പെണ്ണൊരു തുള്ളി കട്ടൻ ചായ പോലും ഈ വാപ്പാക്ക് തന്നിട്ടില്ല. അറിയോ കണക്ക്? ചായ വെള്ളം അത്രേ. അവളെന്തായാലും പണിയിലാവും. ഒരു ഗ്ലാസ് കട്ടൻ ചായ വാപ്പാക്ക് കൊടുത്താ. മക്കളെ വളർത്തിയുണ്ടാക്കി മക്കളൊരു വഴിക്കായ എല്ലാ രക്ഷിതാക്കളുടെയും അവസ്ഥ തന്നെ. നിങ്ങളൊക്കെ എങ്ങനെ വളർത്തിയുണ്ടാക്കിയത് അറിയോ നിങ്ങൾക്ക്? ഈ തോളിലിട്ട് ഉറങ്ങണമെങ്കിൽ ഈ വാപ്പ വേണം, കുളിക്കണമെങ്കിൽ ഈ വാപ്പ വേണം. വാപ്പ കുളിപ്പിച്ച് തന്നാലേ കുട്ടികൾക്ക് പറ്റൂ. ഇതൊക്കെ മറക്കരുത് മക്കളെ നിങ്ങള്. ഉണ്ണി ഇങ്ങോട്ട് വായോ. ഇതാ ഇങ്ങോട്ട് വായപ്പോ ഉറക്കി ചേരണ്ട്. വായോ വായപ്പോ ഉറക്കിയാലോ, തോളിട്ട് ഉറക്കിയാലോ. വാ ഇങ്ങോട്ട് വായോ, ഞാൻ ഉറക്കി തരാം. കുട്ടി വായോ, ഉറക്കി തരണ്ട കേട്ടാ. ഉറങ്ങിക്കോട്ടാ. ഉമ്മാക്കടെ പണിയില്ലേ, വെറുതെ എന്തിനാ വാശി പിടിക്കണ്? ഉറക്കി തരട്ടോ. പറയും
കുളിപ്പിച്ചോ? ഉപ്പച്ചി ഇവിടെ പണിയെടുക്കല്ലേ ഉണ്ണിയെ. ഉമ്മച്ചിക്ക് എന്താ അവിടെ പണി? ഉമ്മോട് കുളിക്കുക, ഉപ്പത്തി തന്നെ കുളിപ്പിച്ചാൽ മതി. എന്തൊരു കഷ്ടമാണ്, ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. എന്നാ വായോ. ഇനി മണ്ണിലേക്കൊന്നും പോയിരുന്നിട്ടാ. അവിടെ പോയിരുന്നോ? പോയിട്ട് മച്ചൂടെ ഇതൊക്കെ ഇട്ടാൽ ട്രൗസറും കുപ്പായൊക്കെ മാറ്റി തരാൻ പറയട്ടാ. എന്നാ ചെല്ലി പോയിക്കോ. നിങ്ങൾക്ക് കുറച്ച് ദിവസം കുഞ്ഞാത്താടെ വീട്ടിലൊന്ന് പോയി നിൽക്കാറുന്നില്ലേ? കുഞ്ഞാത്താടെ അതിന്റെ മകളെ കെട്ടിച്ചുകൊടുത്ത വീടാ. ഇതിന്റെ മകന്റെ വീടാ. എന്റെ മകനില്ലാത്ത സ്നേഹല്ലേ അവനക്ക് എന്നോട്. കൊള്ളാം.